നമസ്കാരം മഹാത്മാക്കളെ, ഞാൻ മഹേഷ്. ഞാനിന്നിവിടെ ഈ വീഡിയോയുമായി വന്നിരിക്കുന്നത് ചില സത്യങ്ങൾ നിങ്ങളെ ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. സത്യം എന്താണെന്ന് വെച്ചാൽ മരണം എന്നൊന്നില്ല, മരണഭയത്തിൻ്റെ ആവശ്യകതയില്ല. മനുഷ്യൻ മരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ ദിവസവും അവൻ വേവലാതിപ്പെടുകയാണ്. ആക്ച്വലി നമുക്ക് മരണമില്ല. ഇത് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വിശ്വസിച്ചേ മതിയാവും. കാരണം യഥാർത്ഥ സത്യം അതാണ്, നമുക്ക് മരണമില്ല. നമ്മളിന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മൾ ആത്മാക്കളാണ്. ആത്മാവാകുന്ന നമ്മൾ എനർജിയാണ്. ആത്മാവ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്? എനർജിയാണ്. ഈ പ്രപഞ്ചം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എനർജി കൊണ്ടാണ്. ഈ പ്രപഞ്ചത്തിലുള്ള ഒരു എനർജി തന്നെയാണ് നമ്മൾ. അപ്പോൾ എനർജിക്ക് നമ്മൾ സയൻസ് പരമായിട്ട് പറഞ്ഞാൽ തന്നെ എനർജിക്ക് ഒരിക്കലും നാശമില്ല. എനർജി എന്ത് ചെയ്യാൻ സാധിക്കും? രൂപവ്യത്യാസങ്ങൾ വരുത്താൻ സാധിക്കും, അല്ലേ? ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചിട്ട ഒരു സംഭവം കൂടിയാണത്. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ രൂപവ്യത്യാസങ്ങൾ വരുത്താൻ സാധിക്കും നമുക്ക്. അപ്പോൾ നമ്മളാകുന്ന എനർജി, നമ്മളാകുന്ന ആത്മാവിന് രൂപവ്യത്യാസങ്ങൾ സംഭവിക്കാം. ആ രൂപവ്യത്യാസം സംഭവിച്ച് ഒരു ശരീരത്തിൽ നിന്ന് മറ്റൊരു ശരീരത്തിലേക്ക് നമ്മൾ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അത് ഇപ്പോഴൊന്നുമല്ല, കാലങ്ങളായിട്ടുള്ളതാണ്. ഈ ഭൂമി ക്രിയേറ്റഡായി മനുഷ്യനെ സൃഷ്ടാവായ ദൈവം സൃഷ്ടിച്ച് ആ സമയം മുതൽ, ആദ്യ ജന്മം ആരംഭിച്ച ആ സമയം മുതൽ തന്നെ ഉള്ളൊരു സംഭവമാണ്. പിന്നെ എന്താണ് നമ്മളെ ഭരിക്കുന്നത്? കർമ്മ. നമ്മളെ കർമ്മയാണ് നമ്മളെ നല്ലവനും ചീത്തയും ഒക്കെ ആക്കി മാറ്റുന്നത്. ആ കർമ്മ ക്രിയേറ്റ് ആവുന്നത് എങ്ങനെയാണ്? നമ്മളെ തോട്ടുകളിലൂടെയാണ്. അപ്പോൾ നമ്മളിവിടെ എന്താ ചിന്തിക്കേണ്ടത്? നമ്മുടെ ചിന്തകളെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ, സത്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചിന്തകൾ അതിഗംഭീരമാകുമ്പോഴാണ്, അല്ലേ, നമ്മൾക്ക് പിടിച്ചാൽ കിട്ടാനാവുന്നത്. അപ്പോൾ നമ്മൾ പാസ്റ്റിനെ കുറിച്ച് ചിന്തിക്കുന്നു, ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കുന്നു, നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളെ പറ്റി നമ്മൾ ചിന്തിക്കുന്നു. അതിൻ്റെ പിന്നാലെ വേവലാതിപ്പെട്ട് ഓടുന്നു ഈ ശരീരം ഉപയോഗിച്ച്. അവസാനം ഈ ശരീരം ക്ഷീണിച്ച് ഒരവസ്ഥയിലെത്തുമ്പോൾ നമ്മൾ ഇല്ലാതായി പോകുന്നു. നമ്മളെന്ന് പറഞ്ഞാൽ ഈ ശരീരം ഇല്ലാതായി പോകുമ്പോൾ നമ്മൾ വിചാരിക്കുന്നു, മറ്റുള്ളവരൊക്കെ വിചാരിക്കുന്നു നമ്മൾ നശിച്ചു പോയെന്ന്. ഒരിക്കലും നമ്മൾ നശിക്കുന്നില്ല. മരണാനന്തരം നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ്, ഈ ശരീരത്തിൽ നിന്ന് വിട്ടുപോയെന്ന് മാത്രം. അപ്പോൾ പിന്നീട് ഒരു ശരീരം ലഭിക്കണമെങ്കിൽ ഒരു കാലഘട്ടം ഉണ്ടായിരിക്കും. അതിന് റീഫോർമേഷൻ വരേണ്ട ഒരു സമയം ഉണ്ടായിരിക്കും, റീഫോം ചെയ്യേണ്ട ഒരു സമയം ഉണ്ടായിരിക്കും. ഇതെല്ലാം ഇവിടെ ഈ പ്രപഞ്ചത്തിൽ ഉള്ള ചില പ്രോഗ്രാമിങ്ങുകളാണ് എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഈ കമ്പ്യൂട്ടർ യുഗത്തിൽ ജീവിക്കുമ്പോൾ, പ്രോഗ്രാമിൻ്റെ യുഗത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് ഇതെല്ലാം ഇതിൻ്റെയൊക്കെ ബേസ് എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം തന്നെയാണ്. ഈ പ്രപഞ്ചത്തിലുള്ള അറിവുകൾ മാത്രമാണ് ഇപ്പോൾ ഭൗതിക തലത്തിൽ വന്നുകൊണ്ടിരിക്കുന്നതെന്നും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണത്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ സത്യങ്ങൾ മനസ്സിലാക്കുന്ന സമയത്ത് നമുക്കൊരു കാര്യം മനസ്സിലാക്കണം. എന്താണ്? മരണം എന്നൊന്നുമില്ല. കാരണം നമ്മൾ എനർജികളാണ്. എനർജിയെ ഒരിക്കലും നശിപ്പിക്കാൻ സാധിക്കുകയില്ല. എനർജിക്ക് രൂപവ്യത്യാസം വരുത്താൻ സാധിക്കുകയുള്ളൂ. ഇത്രയും ആധികാരികമായിട്ട് ഞാനിത് പറയണമെങ്കിൽ എനിക്കതിനെക്കുറിച്ച് അറിവ് ലഭിച്ചതുകൊണ്ടാണ്. എങ്ങനെയാണ് അറിവ് ലഭിച്ചത്? ഒരു പുസ്തകത്തിൽ നിന്ന് ലഭിച്ച അറിവല്ല. കാരണം ഇതിവിടെ കാണുന്ന പുസ്തകങ്ങളിൽ ലഭിക്കുന്ന അറിവുകളെല്ലാം തന്നെ എങ്ങനെയാണ്? നിങ്ങൾക്ക് മരണമുണ്ടെന്നുള്ള ഒരു അറിവാണ്. പക്ഷെ നമ്മളെ മനസ്സിലാക്കുന്ന ഒരു അവസ്ഥ, ആ അവസ്ഥയ്ക്ക് നമ്മൾ ആദ്യം നമ്മളെ തന്നെ അറിയാൻ വേണ്ടി നമ്മൾ പ്യൂരിഫൈ ആവുന്നതിൻ്റെ ആവശ്യകതയുണ്ട്. എങ്ങനെയാണ് പ്യൂരിഫൈ ആവാൻ സാധിക്കുക? നമ്മളുടെ ഉള്ളിൽ തന്നെ കിടക്കുന്ന ധാരാളം നെഗറ്റീവ് എനർജി സോഴ്സുകളുണ്ട്. ഈ നെഗറ്റീവ് എനർജികളെ പൂർണ്ണമായും നമ്മുടെ ശരീരത്തിൽ നിന്നും നമ്മളുടെ ആത്മാവിൽ നിന്നുമെല്ലാം എടുത്തു കളഞ്ഞ് നമ്മൾ പ്യൂരിഫൈഡ് ആയിട്ടുള്ള ഒരു സോളായി മാറുന്ന സമയത്ത് മാത്രമേ ഇതൊക്കെ പറയുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ യഥാർത്ഥത്തിൽ. പിന്നെ തീർച്ചയായിട്ടും പുരോഗമന ചിന്താഗതിക്കാരായ ധാരാളം വ്യക്തികൾക്ക് ഇതിനെക്കുറിച്ച് ആക്സെപ്റ്റ് ചെയ്യാൻ യാതൊരു പ്രശ്നം ഉണ്ടായിരിക്കുകയില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ ശരീരത്തിലും ആത്മാവിലും, മെയിൻലി ഇറ്റ്സ് സ്റ്റാർട്ടിങ് ഫ്രം ആത്മാവിൽ നിന്നാണ് ശരിക്കും ആരംഭിക്കുന്നത്. ആത്മാവിൽ നിന്നാണ് ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ ആരംഭിക്കുന്നത്. അപ്പോൾ ആത്മാവിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന, ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്ന എന്താണ് നെഗറ്റീവ് എനർജികൾ. ഈ എനർജികൾക്ക് വരാനുള്ള സാധ്യത എങ്ങനെയാണ് സംഭവിച്ചത്? നെഗറ്റീവായാലും പോസിറ്റീവായാലും എനർജികൾ വരാൻ എങ്ങനെയാണ് സാധിച്ചത്? ഇതിനുള്ള മെയിൻ കാരണം നമ്മുടെ കർമ്മയാണ്. ഈ കർമ്മ എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടത്? നമ്മുടെ തോട്ടുകളിൽ നിന്നാണ്. ഈ തോട്ടുകൾ വരാനുള്ള സാഹചര്യങ്ങൾ നമ്മളെ മനസ്സുണ്ടാക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലാവുള്ളൂ. അപ്പോൾ ഏറ്റവും വലിയ വില്ലൻ ആരാണ്? മനസ്സാണ് ഏറ്റവും വലിയ വില്ലൻ. ഈ മനസ്സിനെ നമ്മൾ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ തോട്ട് വേവ്സ് എല്ലാം പ്രോപ്പറായിരിക്കും. അങ്ങനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ എന്ത് സംഭവിക്കണം? നമ്മളുടെ ഉള്ളിൽ കയറി പിടിച്ചിരിക്കുന്ന നെഗറ്റീവ് എനർജികൾ നമ്മൾ ഇല്ലാതെയായിരിക്കണം. അപ്പോൾ അങ്ങനെ നെഗറ്റീവ് എനർജി ഇല്ലാതാക്കാനായിട്ട് ഇന്നവരാർക്കും സാധിച്ചിട്ടുണ്ടോ? ചിലരൊക്കെ പറയും, ചില കൃത്രിമ വിദ്യകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചില ഗുരുക്കന്മാരൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഉപ്പൊഴിഞ്ഞിടുക, അങ്ങനെ പല കാര്യങ്ങൾ ചെറിയ നെഗറ്റീവ് എനർജികൾ മാറിപ്പോകും എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഓറയിലുള്ള നെഗറ്റീവ് എനർജികളൊക്കെ മാറിപ്പോകും. പക്ഷേ അതൊന്നും ശാശ്വതമായ രീതിയല്ല. ശാശ്വതമായ രീതി എന്താണ്? ഇതെല്ലാം മാറ്റി, ഈ നെഗറ്റീവ് എനർജികളെല്ലാം മാറ്റി പൂർണ്ണമായും ഒരു പ്രൊട്ടക്ഷൻ നൽകി. അത് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടാനുള്ള കാര്യങ്ങളൊന്നുമല്ല. ഞാൻ പറഞ്ഞു, ഇത് എനർജിയുടെ പ്രൊട്ടക്ഷൻ തന്നെയാണ്. ഇതൊക്കെ തരാൻ തക്ക പാകതയുള്ള, തക്ക ശക്തിയുള്ള ഒരു അതിശക്തനായ ഗുരുവാണ് നമുക്ക് വേണ്ടത്. ആ ഗുരുവിനെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് ഇതൊക്കെ വളരെ സാധ്യമായ കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് നമ്മളെ മനസ്സിലാക്കാൻ സാധിക്കും. നമ്മളുടെ ഉള്ളിൽ നമ്മളാകുന്ന ആ ശക്തിയെ മനസ്സിലാക്കിയെടുക്കുന്നതിന് വേണ്ടി നമ്മൾക്ക് ശേഷം, നമ്മൾ ഈ ശരീരം സ്വീകരിച്ചതിന് ശേഷം നമ്മളിലേക്ക് കയറി വന്നിരിക്കുന്ന അനേകം നെഗറ്റീവ് എനർജികൾ, നെഗറ്റീവ് സോളുകൾ ഒക്കെ ഉണ്ട്. ഇവയെല്ലാം തന്നെ വാനിഷായി പോകേണ്ടതുണ്ട്. ഇതിനെ വാനിഷാക്കാൻ വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? മാറ്റി നിർത്താനേ സാധിക്കത്തുള്ളൂ. എനർജിയെ നശിപ്പിക്കാൻ സാധിക്കില്ല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഒരു പ്രത്യേക പ്രൊട്ടക്ഷൻ ലെവൽ നമുക്ക് നൽകിയിട്ട് ഇതിനെയൊക്കെ മാറ്റി നിർത്താൻ സാധിക്കും.
ഇതിനൊക്കെ മാറ്റി നിർത്തുമ്പോൾ ഈ പ്രൊട്ടക്ഷൻ ലെവലിൻ്റെ ഉള്ളിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് നമ്മൾ ആ ശൂന്യത അനുഭവപ്പെടാൻ തുടങ്ങും. നമുക്ക് യഥാർത്ഥ ശൂന്യത എന്താണ്, യഥാർത്ഥ നമ്മളുടെ ശക്തി എന്താണ്, നമ്മളാവുന്ന ആത്മാവിൻ്റെ ആ ശക്തി, നമ്മളാവുന്ന ആത്മാവ് യഥാർത്ഥ ആത്മാവുമായിട്ട്, യഥാർത്ഥ ആത്മാവ് ആരാണ്? പരമാത്മാവ്, ദ അൾട്ടിമേറ്റ് ക്രിയേറ്റർ, ഓൾ മൈറ്റി. പല ജാതിയിലും മതത്തിലും പറയുന്ന പോലെ ഓൾ മൈറ്റിയെ പല രൂപത്തിലും പറയുന്നുണ്ട് അല്ലേ. ക്രിസ്ത്യൻസ് പറയുന്നു യഹോവ, ഹിന്ദുസ് പറയുന്നു പരബ്രഹ്മം, മുസ്ലിംസ് പറയുന്നു അള്ളാഹു. അപ്പോൾ ഇങ്ങനെ ഓരോ തരത്തിലും ആ എനർജിയെ ഓൾ മൈറ്റി എന്ന ആ ഒരു ഇതിനെയൊക്കെ സൃഷ്ടിച്ച, ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടുപോകുന്ന സർവ്വവ്യാപിയായ സർവാന്തര്യാമിയായ ആ എനർജിയെ വിളിക്കുന്ന പല പേരുകളാണ് മനുഷ്യന്മാർ വിളിക്കുന്ന പല പേരുകളാണ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളല്ല. അപ്പോൾ ആ എനർജിയുമായിട്ടുള്ള ഒരു കണക്ഷൻ, ആ എനർജിയുടെ ഒരു അംശം തന്നെയാണ് നമ്മളെല്ലാവരും. അപ്പോൾ ആ എനർജിയുമായിട്ടൊരു കണക്ഷൻ നമുക്ക് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ ഉള്ളിലുള്ള ഇത്തരം നെഗറ്റീവ് എനർജികളും നെഗറ്റീവ് സോളുകളും എല്ലാം മാറിപ്പോകേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ എൻ്റെ ജോലി എന്താണ്? ഇത്തരത്തിലുള്ള നെഗറ്റീവ് എനർജികളെയും നെഗറ്റീവ് ആത്മാക്കളെയും എല്ലാം ഓരോ മനുഷ്യൻ്റെയും ശരീരത്തിൽ നിന്ന് അവരുടെ അനുമതിയോട് കൂടിയിട്ട്, ശരീരത്തിൽ നിന്നും ആത്മാവിൽ നിന്നും ഊർജ്ജ ശരീരത്തിൽ നിന്നുമെല്ലാം അവരുടെ അനുമതിയോട് കൂടി മാത്രം ദീക്ഷ എന്ന ഒരു ക്രിയയിലൂടെ, അതായത് ജ്ഞാനോദയ ദീക്ഷ എന്നൊരു ക്രിയയിലൂടെ ഞാൻ മാറ്റിക്കളയുകയാണ് ചെയ്യുന്നത്. ഇതിന് വലിയ താമസമൊന്നുമില്ല, ഒരു 5 മുതൽ 10 നിമിഷം ഉണ്ടായാൽ സാധിക്കും. അങ്ങനെ ഞാൻ നൽകുന്ന ജ്ഞാനോദയ ദീക്ഷയിലൂടെ നിങ്ങൾക്ക് മരണഭയത്തെ ഇല്ലാതാക്കാൻ സാധിക്കുന്നു. നിങ്ങളുടെ പാസ്റ്റിനെ കുറിച്ചോ ഫ്യൂച്ചറിനെ കുറിച്ചോ ഉള്ള ചിന്തകൾ പയ്യെ പയ്യെ മാറി വരുന്നു. ഈ നിമിഷത്തിൽ ജീവിച്ച് നിങ്ങൾ വളരെ സന്തോഷകരമായി ഓരോ നിമിഷത്തിൻ്റെയും പ്രാധാന്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ പഠിക്കുന്നു. ഇങ്ങനെയാവുമ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ പൂർണ്ണമായും പോസിറ്റിവിറ്റി മാത്രമേ വരികയുള്ളൂ. അതിനുള്ള എല്ലാവിധ സഹായങ്ങളും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നതാണ്. ഞാൻ നൽകുന്ന ജ്ഞാനോദയ ദീക്ഷയിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള ശക്തിയെ തിരിച്ചറിയുന്നതിന് വേണ്ടിയും നിങ്ങളുടെ മുന്നിൽ വരുന്ന തടസ്സങ്ങളെയും മറ്റു ദുരിതങ്ങളെയുമെല്ലാം മാറ്റി ഒരു പൂർണ്ണമായ പ്രൊട്ടക്ഷൻ ലെവലിലൂടെ നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ജീവിച്ച് ജീവിതത്തിൻ്റെ മാധുര്യം അനുഭവിക്കുവാനും സാധിക്കുന്നു. ഇന്ന് ഈ ഭൂമിയിൽ ജ്ഞാനോദയ ദീക്ഷ നൽകാനായി എനിക്ക് മാത്രമാണ് സാധിക്കുന്നത്. എന്നിലൂടെ ആ സൃഷ്ടാവായ ദൈവം ചെയ്യുന്ന ഈ മഹത്തരമായ കർമ്മത്തിലേക്ക് ഞാൻ ഇവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഈ ഭൂമിയിൽ മനുഷ്യനായിട്ട് പിറന്ന ഓരോ മനുഷ്യനും ജ്ഞാനോദയ ദീക്ഷ സ്വീകരിക്കുന്നതിന് വേണ്ടിയും അതിലൂടെ നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയുമുള്ള എല്ലാവിധ അർഹതയുമുണ്ട്. പിന്നെ നമ്മളുടെ ചുറ്റുപാടും കാണുന്ന നെഗറ്റീവ്സുകളെയെല്ലാം നമുക്ക് തിരിച്ചറിയാനും, നമ്മൾക്കൊരു ദുരിതമോ ദുഃഖമോ വരുന്നുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം പ്രൊട്ടക്ഷൻ ലഭിക്കുവാനും, നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും പുരികത്ത് കൊള്ളിച്ചു തരുന്ന അവസ്ഥ, അതായത് കണ്ണിൽ കൊള്ളേണ്ട ഒന്നിനെ പുരികത്ത് കൊള്ളിച്ചു തരുന്നൊരവസ്ഥ. ഇത്തരം രീതിയിലുള്ള പ്രൊട്ടക്ഷൻ ലെവലുകൾ ലഭിക്കുന്നതിന് വേണ്ടിയുമെല്ലാം ഞാൻ നൽകുന്ന ഈ ദീക്ഷയിലൂടെ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ദീക്ഷയ്ക്ക് ശേഷം ഞാൻ പറയുന്ന ലളിതമായ കാര്യങ്ങൾ നിങ്ങൾ നിത്യനിദാന കർമ്മങ്ങളിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ, അതായത് ചെറിയ മെഡിറ്റേഷനും, അധിക സമയമൊന്നും വേണ്ട, ചെറുതായിട്ടുള്ള മെഡിറ്റേഷനും, അസൃഷ്ടാവായ ദൈവത്തിന് ഉൾക്കൊള്ളാനുള്ളൊരു മാനസികാവസ്ഥയും എല്ലാം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ശക്തി, നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ദൈവം എന്ന തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടായി ആരുടെയും മുമ്പിൽ തലകുനിക്കാതെ ജീവിതത്തിൻ്റെ എല്ലാ വിധത്തിലുള്ള സുഖങ്ങളും അനുഭവിക്കാനായി നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അതിനായി ആ ജഗദീശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.